Press the bell icon on the YouTube app and never miss another update. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. റിക്വസ്റ്റഡ് വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിമ്പിൾ മാർക്സിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും പിമ്പിൾസ് വന്നു കാണും ലൈഫിൽ. എപ്പോഴേലും നമ്മൾ ടീനേജേഴ്സ് ആയിരിക്കുമ്പോഴായാലും ഇപ്പോഴായാലും നമുക്ക് ഒരു പ്രായം വരെ നമുക്ക് പിമ്പിൾസ് വരാറുണ്ട്. സോ അത് വന്നു കഴിഞ്ഞ് നമുക്കുള്ള ഈ പാട് വരുന്നുണ്ടല്ലോ, നമുക്കിപ്പോൾ ചുമന്ന പാടായിട്ടായിരിക്കും ചിലവർക്ക് കറുത്ത പാടായിട്ടായിരിക്കും. ആ പാട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഒരുപാട് സമയം എടുക്കും ആ പാടൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടി. സോ അതിന് പറ്റിയ ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. എനിക്ക് പിമ്പിൾസ് വന്നു കഴിഞ്ഞിട്ടുള്ള പാട് മാറ്റാൻ വേണ്ടി ഇത് ഞാൻ കണ്ടിന്യൂസ്ലി ഒരാഴ്ചയ്ക്ക് ഉപയോഗിക്കാൻ പെട്ടെന്ന് എന്റെ പാടങ്ങ് പോകും. പിന്നെ അത് കൂടാതെ തന്നെ പിമ്പിൾസ് വന്നു കഴിഞ്ഞ ഒരു പോർസ് പോലെ വരുമല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ സുഷിരങ്ങൾ പോലെ, അതൊന്ന് അടഞ്ഞു കിട്ടാനും വളരെ നല്ലതാണിത്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ പാക്കിന് വേണ്ടി നമുക്ക് വേണ്ട 1 സ്പൂണോളം തക്കാളി നീര് വേണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാറ്റോയുടെ നല്ല പൾപ്പാണ് വേണ്ടത്. നല്ലോണം നമുക്ക് ഇത് അരച്ചെടുക്കണം. അതാണ് നമുക്ക് ഈ മാസ്കിലേക്ക് വേണ്ടത്. 1 സ്പൂണോളം അതും ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരങ്ങയാണ്. നാരങ്ങയുടെ പകുതി മതി നമുക്ക്. അത് നമുക്ക് ഇതിനകത്ത് പിഴിഞ്ഞൊഴിക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എവിടെയാണ് നമുക്ക് കൂടുതൽ പിമ്പിൾസ് ഒക്കെ വന്ന പാട് എവിടാന്ന് വെച്ചാൽ ആ ഏരിയയിലോട്ട് വേണം നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. പിന്നെ പോഴ്സ് ഉള്ള വശത്ത് നല്ലോണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പോഴ്സ് ഷ്രിങ്ക് ചെയ്യാനും ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ പിമ്പിൾസ് ഒക്കെ വന്നു കഴിഞ്ഞുള്ള മാർക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അന്നേരം ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി അപ്ലൈ ചെയ്താൽ മതി. ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. ഒരാഴ്ചക്കകം തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. മുഖത്തിന് പാടുള്ളിടത്തെല്ലാം പാട് പതുക്കെ ലൈറ്റനാവാൻ തുടങ്ങും. പിന്നെ ഈ പാക്ക് നിങ്ങൾ രാത്രിയിലേ ഇടാവും. എന്നിട്ട് ഇട്ടിട്ട് പിറ്റേ ദിവസം എന്തെങ്കിലും സൺസ്ക്രീനോ അങ്ങനെ എന്തെങ്കിലും തേച്ചിട്ടേ വെളിയിലോട്ടൊക്കെ പോകാവോ, അല്ലെങ്കിൽ ചെറുതായിട്ട് കറുക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള നാരങ്ങ, തക്കാളി അങ്ങനെയുള്ള ഏതെങ്കിലും മാസ്ക് ഇട്ടാൽ സൺലൈറ്റ് അടിക്കുമ്പോൾ ചെറുതായിട്ട് കറുക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതിനാണ് സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് നിങ്ങൾക്ക് ലീവ് അതിനനുസരിച്ച് ചെയ്യാം. വീട്ടിലുള്ളവർക്ക് വീട്ടിൽ തന്നെയുള്ള ഹൗസ് വൈഫ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വെളിയിലോട്ട് അങ്ങനെ ഇറങ്ങത്തില്ലല്ലോ. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്തായാലും നമുക്ക് വെയിലടിക്കും. അന്നേരം സൺ ടാനിങ് വന്നിട്ട് നമുക്ക് ഇച്ചിരി കരുവാളിപ്പ് പോലെ വരും. അതിന് ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഈ കറുത്ത പാടുകളൊക്കെ നല്ലോണം ലൈറ്റനാവും പെട്ടെന്ന്. പിന്നെ പോർസ് എല്ലാം നല്ലോണം ഷ്രിങ്ക് ആയിട്ട് നമ്മുടെ മുഖം നല്ലോണം ടൈറ്റ് ആവുമ്പോൾ തന്നെ മുഖത്തിന് ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടും. നമ്മുടെ ഈ പോർസ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ മുഖം കൂടുതൽ ഇങ്ങനെ ഡള്ളായി ഫീൽ ആവുന്നത്. പോർസ് ഒരു പ്രാവശ്യം ഷ്രിങ്ക് ആയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആൻഡ് എഫക്റ്റും കിട്ടും, മുഖം നല്ല തിളങ്ങും എപ്പോഴും. അതിനൊക്കെ പറ്റിയതാണിത്. മെയിൻ ആയിട്ട് ഇത് 3 കൂടെ ഉപയോഗിക്കുന്നത് നമ്മുടെ മുഖത്ത് ചെറിയ പാടുകളൊക്കെ വന്നിട്ടുള്ളൂ, ഡാർക്ക് പാച്ചസ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ വന്നു കഴിഞ്ഞുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ലൈറ്റൻ ആക്കി തരും ഇത്. പിന്നെ പാട് അങ്ങനെ വന്നതുപോലും അറിയത്തില്ല. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ഇത് ബോഡിയിലും അപ്ലൈ ചെയ്യാം. നമ്മുടെ ഇങ്ങനെ എൽബോയുടെ അടുത്ത്, നമ്മുടെ മുട്ടുണ്ടല്ലോ, കൈമുട്ടിന്റെ അടുത്ത്, അതുപോലെ തന്നെ കൈയുടെ ഇവിടെയൊക്കെ എവിടെയാണ് നമുക്ക് കറുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൺ ടാൻ എല്ലാം നല്ലോണം റിമൂവ് ആവുകയും ചെയ്യും. അവിടുത്തെ ഡാർക്ക്നെസ് ഇച്ചിരി ലൈറ്റായി വരും. സോ നമുക്കിത് വേസ്റ്റേജും വരത്തില്ല. ഒരു മാക്സിമം 15 to 20 മിനിറ്റ്സ് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാം. ഈ പാക്ക് നിങ്ങൾ രാത്രി ഇടുന്നതായിരിക്കും നല്ലത്. രാത്രി ഇട്ടൊരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞ് കഴുകി കളഞ്ഞു കഴിഞ്ഞ് ഫേസ് വാഷ് ഉപയോഗിക്കാതെ കഴുകി കളയാം. അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ കെമിക്കൽ ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിക്കാതിരിക്കും. എന്ന് വെച്ചാൽ കൂടുതലും ഇത് നാരങ്ങ ഇതൊക്കെ ഉപയോഗിച്ചായിരുന്നു നമ്മൾ. അത് കാരണം ഇത് കഴിഞ്ഞ് കെമിക്കൽ ഉപയോഗിക്കാതെ സാധാരണ നമ്മുടെ കടലമാവ് വെച്ച് വേണമെങ്കിലും വൃത്തിയാക്കിയിട്ട് ഒരു സാധാരണ മോയ്സ്ചറൈസർ ഇട്ട് കിടന്നുറങ്ങാവുന്നതാണ്. ഈ പാക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിലും ഉപയോഗിക്കാം. ഡെയിലി ഉപയോഗിക്കാൻ സമയമില്ലാത്തവർ ഓൾട്ടർനേറ്റ് ഡേയ്സ്
ആയിട്ട് ഉപയോഗിക്കാം. പിമ്പിൾസ് ഒക്കെ മാറിയവർ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മാസ്ക് ആണ്. പിമ്പിൾസ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡാർക്ക് പാച്ച് പോലെ ഇവിടെ വരുമല്ലോ, ചെറിയ പാടുകൾ പോലെ, ചിലപ്പോൾ ചുവപ്പാവാം, ചിലപ്പോൾ കറുപ്പാവും. അതൊക്കെ പെട്ടെന്ന് മാറാൻ നല്ലതാണ്. അത് കൂടാതെ തന്നെ ഇത് നമ്മുടെ പോർസ് എല്ലാം ഒന്ന് ഷ്രിങ്കും ആക്കി തരും. എന്നിട്ട് നമുക്ക് ഇതിന് നല്ല ടൈറ്റ് ഫീലിംഗ് വന്നിട്ട് നല്ല ഗ്ലോയി ആവും സ്കിന്ന്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എവിടെ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ മാസ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് അസിഡിക് നേച്ചർ ആയിട്ടുള്ളത് കാരണം ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ചിലവർക്ക് തക്കാളി ആയാലും അതുപോലെ തന്നെ നാരങ്ങ ആയാലും ചിലപ്പോൾ സൂട്ട് ആകത്തില്ലായിരിക്കും. ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ട്രൈ ചെയ്യാവൂ. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നല്ലൊരു കണ്ടന്റുമായി തിരിച്ചു വരുന്നിടം വരെ ഇറ്റ്സ് മീ നയന സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.